found you, passing by in cold December. Lost in view, but still your face and your gaze. പ്ലസ് വണ്ണിലേക്ക് ഞാൻ ആ സ്കൂളിലേക്ക് പഠിക്കാൻ വരുമ്പോഴാണ് ഞാൻ ഇവളെ കാണുന്നത്. അപ്പോൾ ഇവള് 10ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ക്രഷ് അടിക്കുമല്ലോ, അതുപോലെ ക്രഷ് അടിച്ചിട്ട് പിന്നെ നമ്മൾ കുറേ തവണ പറയാനൊക്കെ നോക്കി. അപ്പോൾ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ വിടുമ്പോൾ ഓടി വീട്ടിൽ പോകും. അങ്ങനെ നമുക്ക് പിടി തരുന്നില്ലായിരുന്നു. ഇൻട്രോവേർട്ട് ടൈപ്പ് അല്ല, സ്കൂൾ വിട്ടാൽ വീട്ടിലെത്തുക. അപ്പോൾ ഞാൻ ഒരു ദിവസം പോയി ഇഷ്ടമെന്ന് പറഞ്ഞു ചേട്ടാ എനിക്ക് പഠിക്കുന്നതിലാണ് എൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് പരീക്ഷയ്ക്കൊക്കെ തോറ്റു, മാർക്കൊക്കെ കുറഞ്ഞപ്പോൾ കോൺസെൻട്രേഷൻ അങ്ങ് മാറി. പിന്നെയാണ് നമ്മുടെ ട്രാക്കിലേക്ക് സെറ്റ്. പിന്നെ ആൾക്ക് ഇഷ്ടമാണ്, പക്ഷെ തുറന്ന് സമ്മതിക്കില്ല. നമ്മുടെ ക്ലാസ്സിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വരിക, നമ്മൾ നോക്കുമ്പം തെന്നി മാറി പോവുക. വരും, കൂട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വരും, പറയൂല സംഭവം, നമ്മുടെ അടുത്ത് പറയില്ല. പക്ഷേ എനിക്ക് അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്നു. ഞാൻ +2 കഴിഞ്ഞ് പോയി, പിന്നെ ഞാൻ കോളേജിൽ പോയി, പിന്നെ ഞാൻ കാണാനായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിലും നമ്മളെ കാണാൻ വേണ്ടി വരും. നമ്മൾ വന്നു എന്ന് പറഞ്ഞാൽ അവിടുന്ന് ബിൽഡിങ്ങിൽ നിന്ന് ഓടി വരും, പക്ഷേ നമുക്ക് പിടി തരില്ലായിരുന്നു. അങ്ങനെ അവരുടെ സെൻഡ് ഓഫിൻ്റെ അന്നാണ് സമ്മതിക്കണത്, ഇഷ്ടമാണെന്ന് സമ്മതിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇഷ്ടമാണ്, കുഴപ്പമില്ല, പക്ഷേ എനിക്ക് കല്യാണം കഴിക്കാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇഷ്ടമായി കഴിഞ്ഞാൽ എന്നെ ഇടക്കിട്ടിട്ട് പോരുത്, കല്യാണം കഴിച്ചേക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു വാക്കാണ്, പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അത് നടന്ന് ഇത്രേ ഉള്ളൂ. ഇല്ല, അവൾ ഓക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ പിന്നെയും കണ്ടുമുട്ടി. ഇവള് ബാംഗ്ലൂർ പഠിക്കുന്നു, ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ സീക്രട്ട് കേട്ടോ. ഞങ്ങൾ വീക്കെൻഡ്സിൽ കാണും, എല്ലാ വീക്കെൻഡ്സിലും ഞങ്ങൾ പാർക്കിൽ കാണും. ഇവള് തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിടും, ഞാൻ വർക്ക് ചെയ്യുന്നിടത്തിട്ട്. എന്നിട്ട് പിന്നെന്താ അങ്ങനെ ഞങ്ങൾ കാണും. അങ്ങനെ കാണുന്നിടത്തുനിന്നാണ് ഇവള് പിന്നെ ഹൈദരാബാദിന് പോയ പിന്നെ കണക്ഷൻ വിട്ടുപോയി. പിന്നെ ഒരു വർഷം ഇവള് ഹൈദരാബാദ്. അപ്പം ആ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ 3.5 വർഷം. അങ്ങനെയാണ് ഇപ്പോൾ ടോട്ടൽ ഒരു 4.5 വർഷമായി കണ്ടിട്ട്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് ഹൈദരാബാദിന് പോകാൻ വേണ്ടിയിട്ട് ഇവളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇവളെ കൊണ്ടുപോയത് ബാംഗ്ലൂർക്ക്. ഇവളെ കോളേജിൽ കൊണ്ടുപോയി സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് ഞാൻ അവളെ അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് തിരിച്ച് വന്ന് ഇവളുടെ ടൗണിൽ ഇറക്കി വിട്ടു. അപ്പം ഇവളുടെ ലഗേജൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഗേജൊക്കെ ഞാനിതാ ജസ്റ്റ് ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറക്കി കൊടുത്തു. ആ ലാസ്റ്റ് വ്യൂ ആണ് ലാസ്റ്റ് കണ്ട വ്യൂ. ആ ലഗേജും കൊണ്ട് ഇവളെ ഇറങ്ങി പോകുന്നു ബസ്സിൽ നിന്ന്. പിന്നെ കാണുന്നത് ഞാൻ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഇതിങ്ങനെ ഒരു പൂവായിട്ട് നിൽക്കുന്നു. ലോങ് ഡിസ്റ്റൻസ് ലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഒന്നല്ലേ ടൈം വ്യത്യാസം. എൻ്റെ അവിടുത്തെ ടൈം 3.5-4.5 മണിക്കൂർ വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ രാത്രിയായി, അപ്പോൾ കിട്ടൂല. പിന്നെ ഇവള് എണീക്കുന്ന സമയത്ത് അവിടെ വെളുപ്പിനായിട്ടേ ഉള്ളൂ, അപ്പോൾ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അടക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം കോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, മെസ്സേജ്. പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി, ഉള്ള ടൈമിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. അതാണ് ഞാൻ ഇവളോട് പറഞ്ഞു, വരുമ്പോഴത്തേനെങ്കിൽ വേണമെങ്കിൽ കൗണ്ട് ഡൗൺ ഇട്ട് വെച്ചോ. ഞങ്ങളൊരു 4 മാസം പോലെ അങ്ങനെ പറയുന്നുണ്ട്. 4 മാസം ഉള്ളൂ, 3 മാസം ഉള്ളൂ, 2 മാസമായി, 3 മാസമായി. ഞാൻ പറഞ്ഞു ലാസ്റ്റ് കയറുകയാണ്, നാളെ കയറുകയാണ്, ഇപ്പം വരും. ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇസ്താംബുളിലെത്തി, ഇപ്പം മുംബൈ എത്തി, മണിക്കൂറുകളും കൂടെ ഉള്ള ബാക്കി. അങ്ങനെ ലാസ്റ്റ് 4 കൊല്ലത്തിന് ശേഷം അവളിങ്ങനെ ബൊക്കയും പിടിച്ച് നിൽക്കുന്നു പറഞ്ഞല്ലേ, ആ സമയത്ത് എന്താ എനിക്ക് തോന്നിയത്? ആ സമയത്ത് എനിക്ക് തോന്നിയ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 4 വർഷമായിട്ട് ഞാൻ അവളെ ജസ്റ്റ് വീഡിയോ ക്യാമറയിൽ അല്ലെങ്കിൽ ഫോട്ടോസിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു 4 വർഷം മുമ്പ് കണ്ട ആ ഒരു ഫീല് നമ്മളിന്ന് വിട്ടുപോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും വിട്ടുപോകും, എന്താണെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ഒരു ഫ്രെയിം പോലെ കാണുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ലൈവായി ജീവൻ വെച്ച അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് കാണുമ്പോഴേ എന്താ പറയാൻ പറ്റത്, ഭയങ്കര സന്തോഷം. അവളുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അവള് സെറ്റാണ്, അവൾ എൻ്റെ കൂടെ നിന്നോളും, അവൾ എൻ്റെ എല്ലാ ഇതിനും ഓക്കെയാണ്. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel young.
ശാന്ത സ്വഭാവമുള്ള മോനായിരുന്നു. അത് എപ്പോഴും എൻ്റെ സാരി തുമ്പി പിടിച്ചേ നടക്കുകയുള്ളൂ. പിന്നെ എല്ലാവരോടും ചിരിച്ചു തന്നെയാണ് സംസാരിക്കുന്നത്. ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ട് അവന്. എല്ലാവരുമായിട്ട് വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളും ഇങ്ങനെ ആരെയും എപ്പോഴും എന്നെയും ആണെങ്കിലും ഏറ്റവും കൂടുതൽ സഹായിക്കുന്നവനായിരുന്നു. അവന് LKG മുതൽ തുടങ്ങിയ കൂട്ടുകെട്ട ഇപ്പോഴും സജീവമായിട്ട് അതേപോലെ അവൻ്റെ ഇപ്പോഴും എല്ലാ ആവശ്യത്തിനും ആ കൂട്ടുകാരുമുണ്ട്, കൂട്ടുകാരുടെ എല്ലാ ആവശ്യത്തിനും ഇവനും ഉണ്ട്. നമുക്ക് ചേരുന്നതാണെങ്കിൽ കുഴപ്പമില്ല, സമയമാകുമ്പോൾ നമ്മൾ നടത്തിത്തരാം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഇവൻ നന്നായി പഠിക്കുമായിരുന്നു. അവൻ്റെ ബാച്ചിലുള്ള കൂട്ടുകാർ LKG മുതലുള്ള ഫ്രണ്ട്സ് പപ്പ പറഞ്ഞ കാര്യം തന്നെ, LKG മുതലുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. അവരെല്ലാവരും ഇന്നലത്തെ ദിവസം ഇവിടെ സജീവമായിട്ടുണ്ടായിരുന്നു. ഒരു 2-3 പേര്. ബാക്കി എല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുമായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ സജീവമായിട്ട്. ഇന്നും അവരുണ്ടാവും. ഞങ്ങളുടെ ജീവിതം തന്നെ കണ്ടുപിടിച്ച് അതുപോലെ ഒരു പ്രശ്നമില്ലാതെ തന്നെ പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ സ്നേഹത്തോടെ അവർ സഹകരണത്തോടെ ജീവിക്കണം. പിന്നെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകണം. ഇതൊക്കെയാണ് ഞാൻ അവനോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇന്നുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സന്തോഷം പഠിക്കുന്നുള്ളതുകൊണ്ട് അങ്ങനെ തന്നെ ആകുമെന്ന് ഞങ്ങൾ കരുതുന്നു. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. ഈശോയെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒന്നിനെക്കുറിച്ചും ആകുലചിത്തരാകാതെ കർത്താവിൽ ആശ്രയിച്ച് മുന്നേറാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. എല്ലാ പക്ഷിപ്പറവുകളെയും തീറ്റിപ്പോറ്റുന്ന നല്ല ദൈവമേ, അങ്ങയിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും നോക്കിയാണല്ലോ അങ്ങ് പറഞ്ഞത്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണെന്ന്. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെയും സമർപ്പിക്കുന്നു. മുൻപിലും പിൻപിലും സൈഡിലും വരുന്നവയെല്ലാം അങ്ങ് നിയന്ത്രിക്കണമേ. ഇപ്പോൾ വാഹനത്തിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത നല്ല ദൈവമേ, കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഈ പ്രിൻസിനെയും അന്യയെയും ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. വിശ്വാസത്തിലും വിശുദ്ധിയിലും പരസ്പര സ്നേഹത്തിലും ബഹുമാനത്തിലും വ്യാപരിക്കുവാൻ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എല്ലാം അങ്ങ് നിയന്ത്രിച്ച് ഏറ്റെടുക്കണമേ. സന്തോഷവും സമാധാനവും നൽകണമേ. അങ്ങയുടെ തിരക്തത്താൽ കോട്ടകെട്ടി സംരക്ഷിക്കണമേ. അമ്മേ മാതാവേ, അങ്ങയുടെ കാപ്പക്കീഴിൽ കാത്തുകൊള്ളണമേ. റഫായൽമാലാഹായെ സകല ആപത്തുകളിൽ നിന്നും അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59, when we feel
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമ്മുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴുകളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈന്യമുളവൻ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുൾ ചെയ്ത നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് ശ്രദ്ധാപുരം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ വിവാഹം വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ എടുത്തുകൊണ്ട് നിന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽച്ചൽ വീഞ്ഞാദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുമോ? എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, വളരെ പ്രത്യേകമായിട്ട് ഇന്ന് വിവാഹിതരാകുന്ന പ്രിയ പ്രിൻസ് ജോമോൾ, നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് മുൻപ് കണ്ട് പരിചയമൊന്നുമില്ല. പല ആവർത്തി നിങ്ങളുടെ പ്രിൻസിന്റെ വീട്ടിൽ വരുവാനായിട്ട് എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രിൻസിനെ കാണുവാൻ സാധിച്ചിട്ടില്ല. പ്രിൻസ് ഓൾറെഡി ഇവിടെ നിന്ന് പോയിരുന്നു. എന്നാലും വളരെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ
ഒരു ദിവസത്തിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ സാധിച്ചതിൽ. വിവാഹത്തിന്റെ ആരംഭം അങ്ങ് ഉൽപ്പത്തിയിലാണ്. ഏദൻ തോട്ടത്തിൽ ഒരു വലിയ വാക്കുകളൊന്നുമല്ല, ചുരുക്കമായിട്ടുള്ള വാക്കുകൾ കൊണ്ടൊരു ഒരു സ്നേഹ എക്സ്പ്രഷൻ ഒരു നടത്തി. അതായത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം, ഇതാ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. ഈ വാക്കിലാണ് വിവാഹത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടിരിക്കുന്നത്. പ്രിയ പ്രിൻസെ, പ്രിയ ജോമോൾ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഇന്നിങ്ങോട്ട് വന്നപ്പോൾ വരനും വധുവുമായിട്ട്, അല്ലെങ്കിൽ ചെറുക്കനും പെണ്ണുമായിട്ടാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ, ഇന്ന് ഈ അൾത്താരയുടെ മുൻപിൽ നിന്ന് നിങ്ങൾ ഈ കൂദാശ കഴിഞ്ഞിറങ്ങി പോകുമ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അവിടെ ശാന്തി സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകുർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഇവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ ഉദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടി അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി പ്രിൻസിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹ ബന്ധത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്നേക്കും. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും
മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായും ശികായപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികവുമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കൃഷിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. കൃഷിതനേ ഉത്തിതനേ മർത്യനെ കാത്തിടണേ. എന്നെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. എന്നെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേപ്പിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും തിരുബലിയിൽ ചേർന്നവരാഖിലരിലും ദൈവം ആരാധന ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Let's dream of the wildest of dreams, love, and never forget them. Let's see what this life is made of, and never look back, love. Oh, we'll fly and touch the sky and chase the stars. Oh, and make them ours. And don't look down. Won't let this love ever reach the ground.
എന്താ ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഞങ്ങൾ 9 കൊല്ലത്തെ പ്രണയമാണ്. ചേട്ടനെ ഞാൻ കാണുന്നത് സ്കൂളിൽ വെച്ചിട്ടാണ്. പുള്ളി എൻ്റെ സീനിയറായിരുന്നു. പിന്നെ ഓണത്തിൻ്റെ സമയത്താണ് പുള്ളി വന്ന് എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇഷ്ടമില്ല സ്കൂളിൽ വെച്ചിട്ട്. എന്നിട്ട് പുള്ളി അപ്പോൾ എനിക്കിഷ്ടമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ പോയി. ഞാൻ +2 കഴിയുന്നോളം വരെ പുള്ളി വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവൽ, ആർട്സ്, സ്പോർട്സ് അങ്ങനത്തെ പരിപാടിക്കൊക്കെ പുള്ളി കാണാൻ വരും. എൻ്റെ സെൻഡ് ഓഫിന്, എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ ഒന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് എൻ്റെ എക്സാമിൻ്റെ സമയമായപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എനിക്കൊരു തീരുമാനം പറയണം, എനിക്കിപ്പോഴും നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞു. പുള്ളി ഡയറക്റ്റ് വന്ന് എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും കൂടെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ പുറകെ കുറേ നാൾ നടന്നാണ്. പുള്ളിക്ക് വേണേൽ അവിടെ പോയി വേറെ ആളെ നോക്കാമായിരുന്നു. എന്നിട്ടും എൻ്റെ പുറകെ കുറേ നാളിങ്ങനെ നടന്നില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു സിൻസിയറാണ്. അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്ത് യെസ് പറഞ്ഞു. അത് തൊട്ട് പിന്നെ അങ്ങോട്ടേക്ക് 9 വർഷത്തേക്ക് നല്ല നീണ്ടൊരു പ്രണയമായിരുന്നു. പിന്നെ ഞാൻ 4 കൊല്ലമായി കണ്ടിട്ടിപ്പോൾ. പുള്ളി മാൾട്ടയിലാണ്, അവിടെ വർക്ക് ചെയ്യാണ്. അപ്പോൾ അന്ന് പോയ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഈ 3-ാം തീയതിയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഭയങ്കര സർപ്രൈസ്ഡാണ്. അല്ല, ഞങ്ങൾക്ക് ഒരു ഡിസ്റ്റൻസ് ഭയങ്കരമായിട്ട് 4 കൊല്ലം ഡിസ്റ്റൻസ് വന്നതുകൊണ്ട് കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കണ്ടപ്പം പണ്ടുണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഫീല് കണ്ട ആ ഒരു മൊമെൻറ്റിൽ കിട്ടി. ഞാൻ ഫ്രീസായി നിൽക്കുകയായിരുന്നു. ഞാൻ ആ മൊമെൻ്റ് ഒന്ന് റിയലൈസ് ചെയ്തിട്ടാണ് പിന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതൊക്കെ. അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് ശേഷം നവദമ്പതികൾ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സെറിമണി ഇവിടെ ഹാളിലാണ്. അതുകൊണ്ട് തന്നെ പുറത്തായിരിക്കുന്നവരൊക്കെ അകത്തേക്ക് പ്രവേശിക്കണമെന്ന് കൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, put your hands together. Welcome our handsome groom, Mr. Prince, and our gorgeous bride, Anna.
He completed his graduation in BSc Hospitality Science and currently working in Gozo Hospital, Malta. And our gorgeous bride, Anna from Nelliyattu family, she completed her graduation in BSc Nursing, currently working as a nursing officer in Ikra Hospital, Calicut. അപ്പോൾ നമുക്കറിയാം ഇന്നേ ദിവസം രണ്ട് ഹൃദയങ്ങൾക്കൊപ്പം രണ്ട് കുടുംബങ്ങൾ കൂടി ഒന്നാവുന്ന ഒരു അസുലഭ നിമിഷമാണ് നെല്ലിയാട്ട് ഫാമിലിയും അതുപോലെ പൂവങ്കുളം ഫാമിലിയും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കൂടി നമുക്ക് ഈ നിമിഷം വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. പ്രിൻസിന്റെ ഫാദർ ആന്റണി, അതുപോലെ മദർ ഷേർലി, സിബ്ലിംഗ്സ് ഷിൻസ് ആൻഡ് പ്രൈസ്, അതുപോലെ ഷിൻസിയേട്ടന്റെ വൈഫ് ജസ്ന, ബേബി ഐഡൻ, ഇത്രയും പേരെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ അന്നമ്മയുടെ ഫാമിലി മെമ്പേഴ്സ് പപ്പ മാണി, മദർ മോളി, സിബ്ലിംഗ്സ് ജോമോ ആൻഡ് ആന്റണി. നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം.
എക്സൈറ്റ്മെന്റിന് മധുരം വെക്കട്ടെ. ആദ്യമായിട്ട് ഒരുമിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം വീട്ടിലേക്ക് ഏതായാലും നീ പോയില്ലെങ്കിലും കൊണ്ടുപോകും എന്തായാലും. ഓക്കെ, അല്ലാത്ത സ്ഥലം പറയുന്നേ. ഓക്കെ, മൂന്നാറിലേക്ക് പോകാനാണ് നമ്മുടെ പ്രിൻസ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അന്നമ്മ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ലക്ഷദ്വീപ്. ഓക്കെ, ലക്ഷദ്വീപിലേക്കാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിൻസ് കല്യാണം കഴിഞ്ഞ് നേരെ മൂന്നാറിലേക്കും നമ്മുടെ അന്നമ്മ നേരെ ലക്ഷദ്വീപിലേക്കും വിട്ടോ എന്ന് ആശംസിക്കുകയാണ്. പ്രിൻസിന്റെ ഫേവറേറ്റ് ഫുഡ് അൽഫാം. കറക്റ്റ് ആണോ? ഇനി അല്ലെങ്കിൽ ആണെന്ന് പറയും, എനിക്കറിയാം. ഓക്കെ, അന്നമ്മയുടെ ഫേവറേറ്റ് ഫുഡ് പൊതിച്ചോറ് ആണോ അന്നമ്മ? ഓക്കെ, പൊതിച്ചോറും അൽഫാമും നല്ല കോമ്പിനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? നീയല്ലേ അവിടുന്നും നീയല്ലേ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരു കൺഫ്യൂഷൻ ആണ്. സത്യത്തിൽ ആരാ? ഞാൻ തന്നെ. അത് പറയാനെത്ര മടി? പ്രിൻസിന്റെ 3 പോസിറ്റീവ്സ് പറയുക. നെഗറ്റീവ്സും കൂടെ പറയണമെന്നുണ്ടെങ്കിൽ മംഗളകർമ്മം ആയതുകൊണ്ട് നെഗറ്റീവ്സ് ചോദിക്കുന്നില്ല. അങ്ങോട്ട് ചോദിക്കണ്ട, ഇത്ര നാളായില്ലേ കാണു തുടങ്ങിയിട്ട്. നമ്മൾ ഭയങ്കര ടെൻഷൻ എടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ പുള്ളി കൂളാക്കിയിട്ട് നമുക്കിപ്പോൾ എന്താ കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അത് നമുക്കൊരു മോട്ടിവേഷൻ ഒന്ന് ശരിയാക്കി മോട്ടിവേഷൻ തരുന്ന ആളാണ്. അടുത്തത് കെയറിംഗ് ആണ്. കെയറിംഗ് ചേട്ടനാണ്. അടുത്തത് ഉണ്ടോന്ന് വെച്ചുണ്ട്, പക്ഷെ പറയാനൊന്നും കിട്ടുന്നില്ല. സാരമില്ല. ഇനി പ്രിൻസ് ചേട്ടൻ പറഞ്ഞാട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ മാത്രമേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരും? ഓക്കെ, മോട്ടിവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ടെൻഷൻ കാരണം കിട്ടാത്തതാണ്. കുറെ ഉണ്ടല്ലേ? കുറെ ഉണ്ട്. ഇപ്പൊ പറയുന്നില്ല, പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടത്തില്ല. സാരമില്ല, നമുക്ക് വിട്ടേക്കാം അല്ലെ? സ്നേഹം കൂടുമ്പോൾ അന്നമ്മയെ വിളിക്കുന്ന പേര് നമുക്ക് കേൾക്കണ്ടേ? കേൾക്കണോ? ആ, കേൾക്കണം. ജോമോളേനെ വിളിക്കുന്നേ. എന്നാ ഞങ്ങൾക്കൊന്ന് കേൾക്കണം അത് വിളിക്കുന്നേ. ഒന്ന് വിളിച്ചേ, കേൾക്കട്ടെ. ജോമോളു. ജോമോൾക്ക് ശരിയാണ് വരുന്നത്, വിളി കേൾക്കാൻ തോന്നുന്നില്ല അല്ലെ ജോമോളെ? ജോമോളു തന്നെയാണോ വിളിക്കുന്നത്? അല്ലല്ലല്ലല്ല, പക്ഷെ വേറെ എന്തോ ഉണ്ട്, ഞങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ പിന്നെ സ്വകാര്യമായിട്ടൊക്കെ വിളിച്ചോട്ടോ. ഓക്കെ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. കെട്ടിപ്പിടിച്ചോ ഐ ലവ് യു. എനിക്ക് പറ്റുന്നില്ല, ഞാൻ പറഞ്ഞേക്കാം. കെട്ടിപ്പിടിച്ച് ഐ ലവ് യു ഐ ലവ് യു കെട്ടിപ്പിടിച്ച്. കുറച്ചും കൂടെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. This horizon, it's shining. Seems the daylight knows this is our time now. Where we're going, these dreams we're holding. Oh, and now we know it. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today.
seems the daylight knows this is our time. All the world is ours to take. You and me will find a way. Oh, the wonder that awaits. Here we are, forever strong. Through it all, the world we face. You and me will find a way. Oh, the wonder that awaits. Here we are, forever starts today. Forever starts today. I've been searching